ഒരാളുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് ശരിയാണ്. ഇതിനു മുമ്പ് വന്നിട്ടുണ്ടല്ലോ. അതൊക്കെ സാധാരണ കോൺഗ്രസ് ചരിത്രത്തിലുണ്ടായിട്ടുള്ളതാണ്. അതൊക്കെ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനമാണ് പ്രധാനം. പക്ഷെ അവർ ഈ കാര്യങ്ങളിൽ അതായത് വി ഡി സതീശന് പിന്തുണ നൽകുകയും ഇത് വൈകുന്നതിൽ അതൃപ്തി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും ഉണ്ട്, നീണ്ടുപോകരുതെന്ന്. എല്ലാവർക്കും നീണ്ടുപോകരുത്. ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ MLA-മാരുടെയും MP-മാരുടെയും ഭൂരിപക്ഷമാണോ നോക്കുന്നത്, അതോ ഈ അതിനപ്പുറത്തേക്ക് ഒരു ഹൈക്കമാൻഡിന്റെ സ്ഥിരം രീതി അനുസരിച്ച് അതിനപ്പുറത്തേക്ക് ഈ ജനവികാരത്തിനായിരിക്കും മാർക്കറ്റ്? അതല്ല, അത് തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡല്ലേ. കോൺഗ്രസ് പ്രസിഡന്റും രാഹുൽ ഗാന്ധിയും ഉത്തരം പറയേണ്ട കാര്യത്തിന് എന്നോട് ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ പറ്റുമോ? നാട്ടിൽ ഈ രീതിയിൽ പ്രതിപക്ഷ നേതാവിന് അനുകൂലമായി വലിയൊരു വേവുണ്ടോ? അല്ല, അതൊക്കെ സ്വാഭാവികമായി ഇപ്പോൾ ഈ 3 പേരുടെ കാര്യത്തിലും അഭിപ്രായങ്ങൾ വരുന്നുണ്ടല്ലോ. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് പാർട്ടി ഒരു തീരുമാനം എടുക്കും. മത്സരിക്കാത്ത ഒരാളുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് ശരിയാണ്. ഇതിനു മുമ്പ് വന്നിട്ടുണ്ടല്ലോ. അതൊക്കെ സാധാരണ കോൺഗ്രസ് ചരിത്രത്തിലുണ്ടായിട്ടുള്ളതാണ്. അതൊക്കെ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനമാണ് പ്രധാനം. ഈ ഇപ്പൊ ചോദിച്ചെങ്കിൽ കൂടി MLA-മാർക്ക് ഈ ഇത്തരത്തിലുള്ള ഈ നീക്കത്തിൽ അവർക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, പൊതുപരിപാടികൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം സ്വാഭാവികമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരോട് മാത്രമല്ല, ഞങ്ങളും എവിടെ ചെന്നാലും നമ്മുടെ ഇതൊരു വലിയ വിവാദമാക്കിയതിൽ ഒരു പ്രധാന പങ്ക് നിങ്ങളാണ് വഹിച്ചിട്ടുള്ളത്.